ഞങ്ങളുടെ വീട് ഇവിടെ വെളിത്തോർമ്പിലാണ്. പിണർക്കുടി ഇങ്ങോട്ടാണ് സ്ഥലം. ഇത് മൊത്തം ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ചുറ്റിനും നടുക്കാണ് ഞങ്ങളുടെ ജനവാസ കേന്ദ്രം. അപ്പം ഞാൻ ഇൻസുലിൻ, എനിക്ക് ഷുഗറിന്റെ പേഷ്യന്റാണ്. അപ്പം ഞാൻ അടുത്ത വീട്ടിൽ, ഞങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഈ കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ച് ആന അലക്കേണ്ടതായി. സമയം 7:30 ആയുള്ളൂ. സമയം ഇരുണ്ടു. എന്നിട്ട് ഞാനും എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേനും KSRTC വന്ന് ഇവിടെ നിന്നു, ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിന്റെ ഇപ്പുറത്ത്. അപ്പൊ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബസ്സിന്റെ പുറകെ ആന കൊമ്പനാനെ ഓടി വരുക. ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് തന്നെ ഓടി കാറിക്കൊണ്ട് കയറി. അന്നേരം അവരെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആന നേരെ ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ പോയി അങ്ങോട്ട്. അതുപോലെ തന്നെ എനിക്ക് കുട്ടമ്പുഴ കടയാണ്, ടൈലറിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 5:30-6 മണിയൊക്കെ ആകുന്ന സമയത്താണ് അടച്ചു വരുന്നത്. പല പ്രാവശ്യം ആന ഇങ്ങനെ റോഡിലേക്ക് ക്രോസ് ചെയ്ത് കയറുന്ന സമയത്ത് ഞാൻ വണ്ടി വെട്ടിച്ചില്ല ഇങ്ങനെ മാറിപ്പോന്നിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സർക്കാരാണേലും ഏത് ഭരണമാണെങ്കിലും ജനങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കുക. എന്തേലും നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇനിയും ഇവിടെ ഉണ്ടാവും, ഉറപ്പാ. അത് ഒരു മാറ്റവും ഇല്ല. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇതിലെ ലേഡീസ് ആണേലും 2 വീലറെ പോകുന്നതും എല്ലാവാ. ഈ ആനയെന്ന് പറഞ്ഞാൽ ആന ഫുൾ ആനയാ. ഓരോ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഓരോ സെറ്റായിട്ടാ 10-18 എണ്ണമാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ മെമ്പറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചാനലിൽ കൊടുത്തു. ഈ മെമ്പറുടെ അടുത്ത് ഞാൻ ഇവിടെ ഒരു കൂട്ടം കൂടിയപ്പോഴും ഗ്രാമസഭ കൂടിയപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് അവിടെ 4 കൂടുന്ന കാവില്ല, നിങ്ങളിങ്ങ് കയറി വന്നപ്പോൾ കണ്ടു കാണും മുകളിലോട്ട് ഒരു റോഡ്. അവിടെ ആ അപ്പുറത്ത് കാണുന്ന വീടാ എൻ്റെ വീട്, മെയിൻ റൂട്ടിൽ തന്നെ. അപ്പൊ ഞാൻ ഒരു കൂട്ടത്തിലും ഗ്രാമസഭ കൂടിയപ്പോഴും ഞാൻ മെമ്പറെ അവിടെ ഒരു ബൾബ് ഇടണോട്ടോ, ബസ് സ്റ്റോപ്പാണ്, അവിടെ ആള് വന്നിറങ്ങുമ്പോൾ 8:30 വണ്ടി ലാസ്റ്റ് KSRTC അമൃത ബസ് ഉണ്ട് നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുന്നത്. അതവിടെ വന്ന് നിൽക്കുമ്പോൾ പലരും ജോലി കഴിഞ്ഞ് വന്ന് അവിടെ ഇറങ്ങുന്ന ആളുകളാണ്. ഒരൊറ്റ എണ്ണം അവിടെ ഇട്ടിട്ടില്ല ലൈറ്റ്. ബൾബ് ഒരെണ്ണം പോലും ഇടാണ്ട് ഇവിടെ കിടന്നെടുത്ത് അങ്ങപ്പുറത്ത് കൊണ്ടുപോയിട്ടു. അവിടെ മൊത്തം ഇരുട്ടാ രാത്രിയായാലും. എന്നിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള ലൈറ്റ് ഞാൻ എല്ലായിടത്തും ഇടുന്നുണ്ട്. ആ വെളിച്ചം ലേശം കിട്ടുന്നുണ്ട് ഈ സ്റ്റോപ്പിലോട്ട്. പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ പറയുമ്പം പാർട്ടി അടിസ്ഥാനമാണോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ പറയുമ്പോൾ പുള്ളി ഒരു മൈൻഡ് ആക്കുന്നില്ല. അവരുടെ ആൾക്കാർ പറയുമ്പോൾ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഷെർലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിന്റെ അവിടെ ഇട്ട് കൊടുക്കാം. ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ ചെല്ലുന്ന ഈ മട്ടിക്കൂപ്പിന്റെ സൈഡിലാണ് വീട്, നല്ല വീടാ. അതിന്റെ അവിടെ മൊത്തം ഇരുട്ടാ, അപ്പുറം ഇപ്പുറം എല്ലാ ആള് താമസമുള്ള. അത് ഇട്ടിട്ടില്ല, ഇടുകയില്ല. ഇനിയും ഉണ്ടാവും. നിങ്ങൾ ഉറപ്പാ, നിങ്ങൾ കണ്ടോ, ഇനിയും ഇവിടെ അപകടങ്ങൾ സംഭവിക്കും, നടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വരാം, ചാനലിൽ കൂടെ കൊടുക്കാം. ആനയുടെ കളിയാ സാർമാരെ ഇവിടെ. ആന ഈ ചെറിയ ആന ഉള്ളതുകൊണ്ട് ഈ വലിയ ആന വേഗം പറഞ്ഞാൽ പോവില്ല. അതിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ട് നിൽക്കുക. ഈ കുഞ്ഞാന ഉള്ളതുകൊണ്ട് ആണ് ഏറ്റവും എതിര് കാണിക്കുന്നത്. നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് നിന്നൊരു പന മറിച്ചു, അങ്ങപ്പുറത്തെ വീട്ടുകാരുടെ പന മറിച്ചു കഴിഞ്ഞിട്ട് അത് ഓടിച്ചു വിടുമ്പം പോകും. പോർഷുകാർ അന്ന് വരുമായിരുന്നു കേട്ടോ. ഇപ്പൊ വണ്ടിയിൽ പെട്രോൾ ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെയാ പറയുന്നത്. വണ്ടി അവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വിളിച്ചാൽ പോലും അവരിപ്പോ വരാറില്ല. നേരത്തെ വരാറുണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയല. അതായത് മുല്ലപ്പെരിയാറിന്റെ സമിതിയിൽ ഞാൻ പങ്കെടുക്കാൻ, ഒരു സമരസമിതി പങ്കെടുക്കാൻ എറണാകുളം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുന്നേക്കാട് വന്നപ്പോഴത്തേനും പുന്നേക്കാട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ആ ചേച്ചിയുടെ വീട്ടിൽ കിടക്കാനുള്ള സൗകര്യം ഇല്ലാതുകൊണ്ട് ഞാൻ അവിടെ കിടന്നില്ല. എന്നിട്ട് ഞാൻ പോർഷുകാരെ വിളിച്ചിട്ട് പറഞ്ഞു. അന്നേരം 10 മണിയായി രാത്രി സമയം. എന്റെ ഈ 2 വീലറും കൂടെ ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ പേടിയാ, അതുകൊണ്ട് ഞാൻ വന്നിട്ടേ നിങ്ങൾ എന്നെ ഒന്ന് പിണർക്കുടിയിൽ എത്തിച്ചു വരണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ വന്നു. അവരന്ന് എന്നെ വണ്ടിയെ കയറ്റി, എന്റെ വണ്ടി അവർ ഓടിച്ച് അവരുടെ ജീപ്പിന് ഞാൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിലാക്കി. അവരെ അന്ന് വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ വണ്ടിയില്ല എന്നാ പറയുന്നത്. വിളിക്കുമ്പോൾ അവര് വരാറില്ല. ഇപ്പൊ വിളിക്കുമ്പോൾ. നേരത്തെ വരുന്നുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, വരുന്നുണ്ടായിരുന്നു. അവർ ആനേനെ ഓടിച്ചു വിടുകയും ഇവര് ഓടിച്ചു വിട്ടിട്ട് പോകും, പിന്നെ ഇറങ്ങി വരും. ഇത് തന്നെ സംഭവം. എന്നാണേലും എന്തെങ്കിലും ഒരു നടപടി എടുക്കുക എന്നല്ലാണ്ട് ഇതിലൊന്നും പറയാനില്ല. എന്റെ പേര് രാധാമണി എന്നാണ്.